ഹലോ, ഇന്ന് നമുക്ക് സ്വീറ്റ് പൊട്ടാറ്റോ എങ്ങനെയാണ് ചാക്കിൽ നടന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ ചാക്കാണ് എടുത്തിട്ടുള്ളത്. ചാക്കിൻ്റെ തുറന്ന വായ്ഭാഗം ഒരു സൂചി നൂല് ഉപയോഗിച്ച് തുന്നി എടുത്തിട്ടുണ്ട്. ചാക്കിൻ്റെ നടുഭാഗം ഇതിൽ കാണുന്ന പോലെ മുറിച്ച് മാറ്റിയിട്ട് അതിൽ കരിയിലയും പച്ചപ്പുല്ലും നിറച്ച് കുറച്ച് ചാരവും മിക്സാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് മണ്ണിട്ട് കൊടുക്കേണ്ടതാണ്. ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ള മണ്ണ് നല്ല വളക്കൂറുള്ള മണ്ണാണ്. നിങ്ങളുടെ കയ്യിൽ സാധാരണ ചുവന്ന മണ്ണാണ്, അതിൽ കുറച്ച് കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. മണ്ണ് നിറയ്ക്കുമ്പോൾ നന്നായി തിങ്ങി നിറച്ച് തന്നെ ഇട്ട് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ 2 ആഴ്ച കഴിയുമ്പോഴേക്കും കരിയിലയും പച്ചിലയും കമ്പോസ്റ്റായി മാറി മണ്ണ് താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. നിറച്ച് വെച്ച മണ്ണിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള സ്വീറ്റ് പൊട്ടാറ്റോയുടെ വള്ളികൾ 1 അടി നീളമുള്ള വള്ളികളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അത് നട്ടു കൊടുക്കാം. നടാനുള്ള കമ്പ് കിട്ടാത്തവരാണെങ്കിൽ മധുരക്കിഴങ്ങ് വാങ്ങുമ്പോൾ ഒരെണ്ണം ഈർപ്പമുള്ളിടത്ത് വെച്ചാൽ ഒരുപാട് മുള വന്ന് കിട്ടും. അതിനെ മുറിച്ച് കഷ്ണങ്ങളാക്കി നട്ടാലും മതി. വള്ളികൾ വളരുന്നതിനനുസരിച്ച് ഇതിലേക്ക് തന്നെ കയറ്റി വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ പടർന്ന് അങ്ങനെ പന്തലിച്ചു പോവേ. അപ്പോൾ ഇതിലേക്ക് കയറ്റി വെച്ച് കൊടുത്തിട്ട് മണ്ണ് താഴുന്നതിനനുസരിച്ചിട്ട് മണ്ണ് വീണ്ടും വീണ്ടും ഇട്ട് കൊടുക്കണം. പിന്നെ ഈ ചാക്ക് പെരിച്ചാഴിയോ എലിയോ വന്ന് അറ്റാക്ക് ചെയ്യാതെ ശ്രദ്ധിക്കണേ. ഒരു 3-4 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് വിളവെടുക്കാനാവും. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു കിഴങ്ങ് വർഗ്ഗമാണ് സ്വീറ്റ് പൊട്ടാറ്റോ. തീർച്ചയായും എല്ലാവരും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു വിഭവം തന്നെയാണ്. സ്ഥലപരിമിതി ഉള്ളവരൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷനുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും മറ്റൊരു ദിവസം കാണാം. അപ്പോൾ ഓക്കെ, ബൈ.